ഒന്ന് ഹസ്തമുദ്ര, കൈകളിലുള്ള മുദ്ര, അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. 2 കായമുദ്ര. കായമുദ്ര എന്ന് പറയുന്നത് അംഗവിന്യാസ മുദ്ര എന്നാണ് അതിന് വേറൊരു പേര്. ഓരോ ചലനത്തെയും ശരീരത്തിലെ അവയവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കായമുദ്ര. മനസ്സിലായ? ആയുർവേദത്തിലും അതുപോലുള്ളതിലെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റത് ബന്ധമുദ്ര. ബന്ധമുദ്ര എന്ന് പറയുന്നത് പ്രാണനെ ബന്ധിക്കുന്നതാണ്. അത് കുംഭകക്രിയയിലൂടെ ബന്ധിക്കുന്നതാണ്. കുംഭകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശ്വാസം ഉള്ളിലെടുക്കുന്നത് രേചകം, ഉള്ളിലെടുക്കുന്നത് പൂരകം, പുറത്ത് വിടുന്നത് രേചകം, പിടിച്ചു നിർത്തുന്നത് കുംഭകം. കുംഭകം 2 രീതിയിലുണ്ട്. ഒന്ന് കേവല കുംഭകമുണ്ട്. അപ്പോൾ ആ കേവല കുംഭകം ആണ് തനിയെ നടന്നോളും. പക്ഷേ ഇത് നമ്മൾ കുംഭകം ബോധപൂർവം ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ആധാരമുദ്രകൾ. ആധാരമുദ്രകളെ ഷോർട്ട് ചെയിൻ ചെയ്തുകൊണ്ട് ഷഡാധാരം എന്ന് പറയുന്ന 6 മുദ്രകളുണ്ട്. അത് പുറകിലാണ്. അത് എനർജി ഫ്ലോ ചാനലിലെ സബ്സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനഘാതം, വിശുദ്ധി, ആജ്ഞ. ഇതാണ്. പിന്നെയാണ് സഹസ്രകാരം. സഹസ്രകാരം ഇതിൻ്റെ കൂടെ എല്ലാം കുണ്ടലിനി എത്തി തലയിലേക്ക് കടക്കുമ്പോഴാണ് സഹസ്രാര ചക്രം ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതെടുക്കുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ 4 തരം മുദ്രകൾ ഉണ്ട്. പുറമേൽ നിൽക്കുമല്ലോ. ഇനിയുള്ളത് ഹസ്തമുദ്ര. ഹസ്തമുദ്രയിൽ പ്രധാനമായിട്ടുള്ളത് ചിന്മുദ്ര, പൃഥ്വി മുദ്ര, അത് ഓരോന്നും. വരുണമുദ്ര, പ്രാണമുദ്ര, അപാനവായു മുദ്ര, 2 എണ്ണം കൂട്ടിച്ചേർക്കുന്നതാണ് അപാനവായു. അതുപോലെ ഭൈരവി മുദ്ര, ഭൈരവമുദ്ര. മനസ്സിലായല്ലോ? ഇത് ഇത്രയും ഹസ്തമുദ്ര 7 എണ്ണം. അത് കഴിഞ്ഞാൽ മനമുദ്രകളാണ്. അതിലൊന്ന് ശാംഭവി മുദ്ര. അത് നിങ്ങളിവിടെ യോഗ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു തരും. അതുപോലെ നാസികാഗ്ര ദൃഷ്ടി മുദ്ര, ഇങ്ങനെ വച്ചിട്ട് ഇവിടത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാം. ഖേജരി മുദ്ര. അത് കഴിഞ്ഞാൽ കാകി മുദ്ര. അത് കഴിഞ്ഞാൽ ഭുജംഗി മുദ്ര, പൂജരി മുദ്ര, ആകാശി മുദ്ര, ഷൺമുഖി മുദ്ര. ഇതിത്രയും അത് മനമുദ്രകളാണ്. മനസ്സിലായില്ലേ? ഇത് മനമുദ്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കായമുദ്രയല്ല, മനമുദ്രയാണ്. ഇനിയുള്ളത് കായമുദ്രയാണ്. കായമുദ്ര എന്ന് പറയുന്നത് വിപരീതകരണീ മുദ്ര, അതുപോലെ പശിനി മുദ്ര, മാണ്ഡുകി മുദ്ര, താടങ്കി മുദ്ര, ബന്ധമുദ്ര, മഹാമുദ്ര. മനസ്സിലായില്ല? ഇതിത്രയാണ് കായമുദ്രയിൽ വരുന്നത്. പിന്നെ ആധാരചക്രമുദ്ര എന്ന് പറയുന്നത് അശ്വിനി മുദ്രയാണ്. മനസ്സിലായില്ലേ? അത് ഇത്രയും മുദ്ര. ഇനി സപ്താംഗ യോഗയിൽ എവിടെ ഇത് പറയുന്നു? സപ്താംഗ യോഗ എന്ന് പറയുന്നത് സപ്താംഗ യോഗ. അതിലാണെങ്കിൽ 24 മുദ്രകളും അതിൻ്റെ മാഹാത്മ്യങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അത് മഹാമുദ്ര, നഭോമുദ്ര, ഉഡ്യാനമുദ്ര. നഭോമുദ്ര എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഉഡ്യാനം, ജാലന്ധരം, അത് കഴിഞ്ഞാൽ മൂലബന്ധം, മഹാബന്ധം, മഹാവേദസ്, ഖേജരി, ഇവ 8 എണ്ണം. പിന്നെ വിപരീതകരണി, യോനിമുദ്ര നേരത്തെ പറഞ്ഞതിൽ വരുന്നതാണ്. കായമുദ്രയിൽ ഇത് വരും. വിപരീതകരണി, യോനിമുദ്ര, വജ്രോളി, ശക്തിശാലിനി, താടങ്കി, മാണ്ഡുകി, ശാംഭവി, പഞ്ചധാരണ പ്ലസ് അത് 4 എണ്ണം ഉണ്ട്. പഞ്ചധാരണയിൽ 4 എണ്ണം. ഇവ 8. പിന്നെ അശ്വിനി മുദ്ര, പാശിനി മുദ്ര, കാകി മുദ്ര, മാതങ്കി മുദ്ര, ഭുജംഗി, വാഞ്ച്. മനസ്സിലായാൽ? അത് കഴിഞ്ഞാൽ പഞ്ചധാരണ മുദ്ര. ഇത്രയും കൂടെ ചേർന്നാണ് അത് പാർത്ഥവി മുദ്ര എന്നാണ് പഞ്ചധാരണ മുദ്രയ്ക്ക് വേറൊരു പേര് ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്, ഹേരണ്ട സംഖ്യയിൽ. ഈ മുദ്രകൾ ജരാമൃത്യുക്കളെ നിരോധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി ഈ മുദ്രകൾ അനുഷ്ഠിച്ചാൽ എത്തുമെന്നുള്ളതാണ്. ഇതെത്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട 3 കാര്യങ്ങൾ അതുകൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. 1, ത്രിദോഷങ്ങൾ പാടില്ല, അതകറ്റണം. ത്രിദോഷങ്ങൾ അകറ്റാനായിട്ട് അത് 3ൻ്റെയും ത്രിദോഷങ്ങളുടെ സ്ഥാനങ്ങൾ അറിയാമല്ലോ. 3 ദോഷങ്ങൾ, ത്രിദോഷങ്ങൾ ഏതൊക്കെയാണ്? വാദം, പിത്തം, കഫം. ഇത് 3ആണ്. അതിൻ്റെ സമയം, ഏത് സമയത്താണ് ഇത് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏത് സമയത്താണ് ഇത് പ്രാങ്ങപ്പ് ചെയ്യുന്നതെന്നും ഏത് സമയത്ത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം പറ്റിയത് രാവിലെ 4:30 മുതൽ 8:30 വരെയുള്ള സമയത്ത് ഇത് ചെയ്യാം. ഇനി അതിൽ തന്നെ ചതുർത്ഥോ, ഇതിപ്പം നമ്മൾ 3 ചതുരംഗ യോഗയിലെ തൃതീയോപദേശത്തിലാണ്. ഇനി ചതുർത്ഥോപദേശം 4-ാം അധ്യായത്തിൽ പറയുന്നത് ശാംഭവി മുദ്ര, ഉന്മിനി മുദ്ര, കേജരി മുദ്ര, ഇത് 3ഉം അതിൽ പറയും. മനസ്സിലല്ലോ? ഇനി അത് കഴിഞ്ഞ് ശിവസംഹിതയിൽ വരുമ്പോൾ 4-ാം അധ്യായത്തിലാണ് മുദ്രാകഥനം പറയുന്നത്. മനസ്സിലല്ലോ? അത് കഴിഞ്ഞാൽ ദശമുദ്രകൾ, അതിൻ്റെ 4
4-ാം ചാപ്റ്ററിൽ 24 മുതൽ 36 വരെ. അപ്പോൾ നിങ്ങൾ പുസ്തകം മാത്രം ഓർമ്മിച്ചുകൊള്ളുക. ശിവസംഹിത മുദ്രാകഥനം 4-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. അതിൽ മഹാമുദ്ര, മഹാബന്ധം, മഹാഭേദം, കേജരി മുദ്ര, ജലന്ധര മുദ്ര, ഉദ്യാനബന്ധം, വിപരീതകരണി, മൂലബന്ധം, വജ്രോളി മുദ്രം, ശക്തിശാലി. ഏറ്റവും അവസാനം പറയുന്നത് യോനി മുദ്ര. ഇതൊക്കെ വളരെ ഗുപ്തമായിട്ടുള്ളതാണ്, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതുമാണ്. അത് കഴിഞ്ഞാൽ ഭോഗരൂപ വിഘ്നകഥനം എന്ന് പറഞ്ഞ് 5-ാം ചാപ്റ്ററിൽ പറയുന്നതാണ് ഷൺമുഖി മുദ്ര, കേജരി മുദ്ര, ചിതാകാശധാരണ, പൂജരി മുദ്ര, നവോമുദ്ര, ശാംഭവി മുദ്ര. മനസ്സിലായി? ഇതെല്ലാം ഓരോ ഗ്രന്ഥങ്ങളിലും ഓരോ രീതിയിലാണ് അത് വിവരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ഘടയോഗ പ്രതിഭയിലുള്ളത് അത് ഞാൻ പ്രത്യേകം ഇല്ല, ഇവിടെ ബുക്കുണ്ട്, സാറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അതുകൊണ്ട്. പിന്നെ വരുന്നത് ഇതിൽ വിരളിൽ പറഞ്ഞു അയ്യാഗുരുവിൻ്റെ 126 അദ്ദേഹം എഴുതിയ ഒരു മന്ത്രമാണ് നവശിവായ മന്ത്രം. അതിൽ 126 പറയും ഈ ഓരോ മുദ്രയും ഉപയോഗിക്കേണ്ടത് നമ ശിവായ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ്. മാ എന്ന് പറഞ്ഞാൽ വെള്ളം, ശി എന്ന് പറഞ്ഞാൽ അഗ്നി, വാ എന്ന് പറഞ്ഞാൽ വായു, യാ എന്ന് പറഞ്ഞാൽ ആകാശം. പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അർത്ഥം ആര് പറഞ്ഞിരിക്കണം? അയ്യാഗുരു 126. 100 എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ചാപ്റ്റർ. അതിന് പറയുന്നത് 26 നമശിവായ മന്ത്രത്തിലാണ് ഇത് പറയുന്നത്. നമ ശിവായ. അപ്പോൾ ആ വിരലുകളെ പരസ്പരം ബന്ധപ്പെടണം. മനസ്സിലായല്ലോ? അങ്ങനെ അത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കുലാവക തന്ത്രത്തിൽ ചിന്മുദ്ര, കുബേരമുദ്ര, മുകുളമുദ്ര, ധ്യാനമുദ്ര, ധ്യാനിമുദ്ര, ലോട്ടസ് മുദ്ര, കേജരി മുദ്ര, നാക്ക് മുകളിൽ കയറ്റിയിട്ടുള്ള കേജരി മുദ്ര, ശാംഭവി മുദ്ര, പശിനി മുദ്ര, മഹാവേദ മുദ്ര, മൂലാധാര മുദ്ര എന്നും പറയും മഹാവേദിക്ക്. മഹാബേഡ മുദ്ര. മഹാബേഡ എന്ന് പറയുമ്പോൾ സമസ്തി സ്റ്റേജിലിരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. സമാധി സ്റ്റേജിലിരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഇത്. പിന്നെ വജ്രോളി മുദ്ര പുരുഷന്മാർക്കും, സഹയോളി മുദ്ര സ്ത്രീകൾക്കും. ഇത്രയും മുദ്ര. ഇൻഡിക്കേഷൻ ബെനിഫിറ്റും പ്രത്യേകം പറയും, ചെയ്യേണ്ട രീതിയും അതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇനി അത് കഴിഞ്ഞാൽ മറ്റൊരു വർഗീകരണം ഇതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അതാണെങ്കിൽ ജ്ഞാനമുദ്ര, നാസികമുദ്ര. അത് കഴിഞ്ഞാൽ യോനി മുദ്ര, അപാനവായുമുദ്ര, ലിംഗമുദ്ര, ഹാക്കിനി മുദ്ര, മാതങ്കി മുദ്ര, കലേശ്വര മുദ്ര, ഷൺമുഖി മുദ്ര, താടങ്കി മുദ്ര, മഹാമുദ്ര, അശ്വിനി മുദ്ര എന്നിങ്ങനെ മുദ്രകളെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലല്ലേ? പിന്നെ ഉള്ള ഒരു 10 ധാരണ മുദ്രകൾ വേറെ പറയും. ജ്ഞാനമുദ്ര, വായുമുദ്ര, ശൂന്യമുദ്ര, പൃഥ്വി മുദ്ര, അപാനമുദ്ര, പ്രാണമുദ്ര, സൂര്യമുദ്ര, വരുണമുദ്ര, ലിംഗമുദ്ര, ധാരണാമുദ്ര. മനസ്സിലായല്ലേ? അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ വിവരം കിട്ടുമോ? ഇല്ല. ഇത് പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൽ പറഞ്ഞിട്ടുള്ള ചിട്ട അനുസരിച്ചേ ചെയ്യാവൂ. ഇല്ല എങ്കിൽ അത് വലിയ ആഘാതങ്ങൾ ശരീരത്തിനുണ്ടാക്കും എന്നാണ്. അത് ശിവസംഹിതയിൽ അക്കമിട്ട് പറയുന്നു. ഏറ്റവും നല്ല ശിഷ്യന് മാത്രമേ ഇത് പറയാവൂ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കാവൂ, ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിക്കരുത് എന്നെല്ലാം കൃത്യമായി ആ ഗ്രന്ഥം. ഇന്നത്തെ സംവിധാനം ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അന്നതില്ല. എങ്കിലും പറഞ്ഞിട്ടുള്ളത് ഗുരുമുഖത്ത് നിന്ന് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട മുദ്രയാണ്. ഇനി നിങ്ങൾക്കത് മുദ്രകളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു BKS അയ്യങ്കാർ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ ലൈറ്റ് ഓൺ യോഗ എന്നാണ് പറയുന്നത്. BKS അയ്യങ്കാറിൻ്റെ എവിടെയെങ്കിലും പോകുമ്പോൾ കിട്ടും, നമ്മുടെ പ്രഭു ബുക്കിൽ കിട്ടും ചിലപ്പം. പിന്നെ യോഗ തെറാപ്പിയിൽ, അതായത് സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ യോഗ തെറാപ്പി ചാപ്റ്റർ 3 അതിൽ കൃത്യമായിട്ടും അത് പറയുന്നുണ്ട്. പിന്നെ മുദ്ര ചികിത്സ എന്ന് പറഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഓഷോ വിഭാഗക്കാരെഴുതിയതാണ്. ഓഷോ സിദ്ധാർത്ഥയും ഡോക്ടർ റോമേഷ് പുരി എഴുതിയ 66 മുദ്രകൾ. മനസ്സിലായില്ലേ? ഈ 66 മുദ്രകൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതിലുള്ള എല്ലാം ഏറെക്കുറെ അതിൽ വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുണ്ട്. തത്വമുദ്രകൾ 8, പ്രാണിക് മുദ്രകൾ 5, പിന്നെ പ്രത്യേക മുദ്രകൾ 26, മാറാ രോഗമുദ്രകൾ 16, വ്യക്തിത്വ വികസന മുദ്ര 11, ധ്യാനത്തിനുള്ള മുദ്ര 13. അങ്ങനെ മൊത്തം 66 മുദ്ര.
അത് വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ യോഗ എന്ന് പറയുന്നത് ഒരു സമഗ്ര ജീവിത ശൈലിയാണ്. അവരെഴുതിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, അതിലും മുദ്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ആ പുസ്തകം, സമഗ്ര ജീവിത ശൈലി പുസ്തകം. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തതാണ്. 2 PhD ഡോക്ടർമാർ ചേർന്ന് എഴുതിയതാണ്. മനസ്സിലായില്ലേ? ഇത് ഞാൻ സാറിനെ ഏൽപ്പിക്കാം. ഈ പുസ്തകം ഇത് ഏത് ചക്രത്തെയാണ് ബാധിക്കുന്നത്? മണിപൂരകം. ആഗ്നേയ ഗ്രന്ഥി ഇവിടെ അല്ലേ? അപ്പോൾ അവിടെയാണ് ബാധിക്കുന്നത്. ചൊവ്വാഗ്രഹമാണ്. അപ്പോൾ അതിൽ പ്രാർത്ഥന വരുമ്പോൾ ചൊവ്വയാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്തത് വായു, ചൂണ്ടുവിരൽ. എവിടെയാണ് വരുന്നത്? ഹൃദയചക്രം. വായു ഇവിടെ അല്ലേ? അത് വ്യാഴമാണ്. മനസ്സിലല്ലേ? അത് അനാഹത ചക്രമാണ്. മൂന്നാമത്തത് ആകാശം, നടുവിരലാണ്. ഇതെവിടെ വരുന്നു? ഖണ്ഡചക്രം, ശനിയാണ്. മനസ്സിലായല്ലേ? ഇനി നാലാമത്തത് ഭൂമി, മോതിരവിരലാണ്. അത് മൂലാധാര ചക്രം, സൂര്യനാണ്. അഞ്ചാമത്തെ ജലം, ചെറുവിരൽ, സ്വാധിഷ്ഠാന ചക്രം. അത് ബുധനാണ്. അങ്ങനെ ഈ പഞ്ചഗ്രഹങ്ങളും പഞ്ചചക്രങ്ങളും ചേർന്ന് വരുന്ന ആണ് 5 മുദ്രകൾ. പിന്നെ 8 തത്വമുദ്രകളും 5 പ്രാണിക് മുദ്രകളാണ് മുദ്രാ ചികിത്സാ ശാസ്ത്രത്തിൻ്റെ ആത്മാവ്. ഇത്രയും അറിയാമല്ലോ. പിന്നെ വിരലുകൾ വ്യത്യസ്ത രീതിയിൽ കൂട്ടിച്ചേർത്തെടുക്കുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വാതപിത്ത കഫങ്ങളുടെ സമയവും അതെങ്ങനെ ഏത് അവയവത്തെ ആ സമയത്ത് ബാധിക്കും എന്നുള്ളത് ഞാൻ കുറിച്ച് വച്ചിട്ടുണ്ട്. അതും ഉണ്ട്. നിങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ഈ ഗ്രന്ഥത്തിൽ ഞാൻ ശ്ലോകങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും മേയ്ക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ്. അപ്പോൾ ഒന്ന് കാണാൻ തരാം.